വേഗമായോ കുഞ്ഞ എണീറ്റടാ. അവന് വിശക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പാസ്ത എടുക്കാം. സീമ കണ്ടോണ്ടിരിക്കുന്നത് ഉടനെ ചാച്ചിയവാ. ഹലോ മിസ്റ്റർ. എണീറ്റടാ. 6:30 ആവാറായി. കുഞ്ഞ എണീറ്റടാ. വായോ ഒപ്പിച്ച് പോണ്ടേ നമുക്ക്. വായോ. 6:30 ആയിട്ടോ. എണീറ്റ് ഇനി ലേറ്റ് ആവല്ലേ. വേഗം വന്നോട്ടോ. സോസ് ഒന്നും വേണ്ടല്ലോ. വേഗമായോ. ഹലോ. അപ്പം കിരണിന് ഇറങ്ങാൻ ടൈമായി. ഞാനും കൂടെ ചെല്ലാന്ന് വെച്ചു കൂടെ. കാരണം കിരൺ കാറിലല്ല പോകുന്നത് ഓഫീസിൽ. ഡൗൺ ടൗണിലാണ് ഓഫീസ്. ഗോ ട്രെയിനിലാണ് പോകുന്നത്. നടന്നു പോകാൻ ദൂരമുള്ള നമുക്കൊരു ഹാർഡ്ലി 5 to 8 minutes എടുക്കത്തുള്ളൂ. ഗോ സ്റ്റേഷനിൽ നടക്കുമ്പോൾ ഞാനും കൂടെ ഒരു മോർണിംഗ് വോക്ക് പോലെ പോയി വരും. അതിന് വേണ്ടി ഒന്ന് റെഡി ആവാം. സോ ഞാൻ വിചാരിക്കുന്നത് ഒരു മോർണിംഗ് വോക്ക് അല്ലേ, ഇങ്ങനത്തെ ഒരു ജോഗർ പാൻറ്റും പിന്നെ ഒരു വർക്കൗട്ട് ടീഷർട്ടും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ. സ്കിൻ കെയറിനായിട്ട് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, പിന്നെ പെർഫ്യൂം, ലെൻസും അതുപോലെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും. അല്ലെങ്കിൽ രാവിലെ ഹറിബറി ആയി പോകത്തില്ലേ, എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നത് അങ്ങനത്തെ കൺഫ്യൂഷൻ വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ രാവിലത്തേക്കുള്ളത് തലേദിവസം എടുത്ത് വെക്കും. മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സെറ്റായി. എവിടെ പോയാലും ലിപ്സ്റ്റിക് ഇടാൻ മറക്കരുത്. ഞാൻ മറക്കാറില്ല. മുടിയും കൂടെ ഒന്ന് കോമ്പ് ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ചീപ്പൊക്കെ വാഷ്റൂമിലാണ്, കിരൺ വാഷ്റൂമിൽ. അപ്പം ഒന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഹെയറും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയായി. സോ കിരൺ റെഡി ആയിട്ട് ഇറങ്ങാൻ ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഗാർബേജ് ഇരിക്കുന്നതൊന്ന് ഡിസ്പോസ് ചെയ്തിട്ട് വരാമെന്ന്. അപ്പോൾ അതെടുക്കാം. ഗാർബേജ് ഒന്ന് ഡിസ്പോസ് ചെയ്തിട്ട് വരാവേ. അതാണ് നമ്മുടെ ബിൻ. ഏതാ ഇതന്നിട്ടു. ആക്ച്വലി കളർ കോഡ് അനുസരിച്ച് നമ്മൾ നേവി ബ്ലൂ തന്നെയാണ് ഇടേണ്ടത്. വേണ്ട, എന്നാ വേണ്ട, അവിടെ ഇരിക്കട്ടെ.
നമുക്കത് ക്ലീൻ ചെയ്തിട്ട് പിന്നിടാം. വേണ്ട, ബ്ലാക്ക് തന്നെ ഇട്ടോ ഇപ്പോൾ. അങ്ങനെ നടന്നു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 to 8 minutes എടുക്കത്തുള്ളൂ നമ്മൾ നടന്നെത്താനായിട്ട്. കാറിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം നമുക്കൊരു മോർണിംഗ് വാക്കും ആവും, പെട്ടെന്ന് എത്തുകയും ചെയ്യും. ഇതാണ് കിരണിൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇത് ഞങ്ങൾ വരുന്ന വഴിക്കുള്ള പള്ളി കേട്ടോ. അത് ആരുമില്ല. കിരൺ വരുന്ന ഗോ സ്റ്റേഷൻ, വെസ്റ്റ് ഹാർബർ. അടുത്തോട്ട് കയറണം. സോ നടന്ന് ഞാൻ ഫ്ലാറ്റ് എത്താറായി. ജാക്കറ്റ് എടുക്കേണ്ടതായിരുന്നു ഗൈസ്. ജാക്കറ്റ് എടുക്കാത്തതുകൊണ്ട് കുറച്ച് തണുപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നടന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനൊന്നൊരു കാപ്പി കുടിക്കാൻ വിചാരിച്ചു. ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ, അത് അടച്ചു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാനൊന്ന് മൈക്രോവേവ് ചെയ്ത് ചൂടാക്കി കുടിച്ചിട്ട് എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയില്ല, നല്ല കാപ്പി കൊള്ളാം. കിരണിൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയ ഒരു രീതിയിലാണ് ഞാനിപ്പം കാപ്പി ഉണ്ടാക്കുന്നത്. കോഫിയാണ് കൂടുതലും കിരൺ കുടിക്കുന്നത്. അപ്പോൾ എനിക്കും കോഫി ഇഷ്ടമായതുകൊണ്ട് അമ്മ എനിക്ക് കോഫി ഉണ്ടാക്കി തരുമായിരുന്നു. ഞാൻ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അമ്മയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പം അതൊക്കെ മിസ് ചെയ്യുന്നു കേട്ടോ ശരിക്കും. രാവിലെ എണീറ്റ് വരുമ്പോഴേ അമ്മ കോഫി എന്നും പറഞ്ഞ് കൊണ്ടുവരും. കിരണിൻ്റെ അമ്മ ഭയങ്കര ലവിങ്, സച്ച് സ്വീറ്റ് ഹാർട്ടാണ്. അമ്മ, അപ്പ, ചേട്ടാ 3 പേരെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം അമ്മയുടെ നിന്ന് കിട്ടിയ ഒരു രീതിയാണിത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടിട്ട് തിളച്ച വെള്ളവും പാലും പിന്നെ ഇച്ചിരി ഷുഗറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കാപ്പിയാവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഇത്രയും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചായയും കാപ്പിയും ഉണ്ടാക്കുന്നതേ സിമ്പിളാണ്. സോസ് പാനിൽ വെക്കാണ്ട് തന്നെ കാപ്പിയൊക്കെ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഈ രീതി എനിക്ക് കിട്ടിയത് അമ്മയുടെ നിന്നാണ്. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ഓർക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നല്ലോ, അങ്ങനത്തെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. കുറച്ച് കോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. യൂട്യൂബ് വീഡിയോസ് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ ആയിരുന്നു. പിന്നെ എൻ്റെ ഉറക്കം പോയി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കാം, കിരൺ വരുമ്പോഴത്തേക്കും ഫുഡും റെഡി ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, പാസ്തയാണ്. തന്നെ പാസ്ത. അതിനുവേണ്ടി വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, വെള്ളം ഇതുവരെ ആയിട്ടില്ല. കുറേ നേരമായി വെച്ചിട്ട് ഞാൻ ഇതുവരെ വെള്ളം തിളച്ചിട്ടില്ല. വെള്ളം തിളച്ചിട്ട് വേണം എനിക്ക് ഇതിടാൻ. അപ്പോഴത്തെ ഗ്രോസറി സ്റ്റോറിൽ പോകണം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം പോവാൻ. അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഭയങ്കര ടൈം എടുക്കുക. സോ ഞാൻ വിചാരിച്ചു എന്തായാലും തിളക്കട്ടെ, സമയം എടുത്ത് തന്നെ തിളക്കട്ടെ. ഞാനിപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, വെള്ളം ഒഴിച്ചു, കുറച്ച് സോൾട്ട് ഇട്ടു, പെട്ടെന്ന് ബോയിൽ ആവാൻ വേണ്ടിയിട്ട്. പാസ്ത ഒട്ടിപ്പിടിക്കാൻ ഇളകി വരാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ആകെ ഇല്ലാത്ത ചീസ് മാത്രമേ. ചീസും കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. നമ്മുടെ തൊട്ടപ്പുറത്ത്, നമ്മുടെ ഇതാണ്ട് വീടെങ്കിൽ തൊട്ടപ്പുറത്ത് നടന്നു പോകുന്ന ദൂരം പോലും ഇല്ല, അത്ര അടുത്ത് ജയന്റ് ടൈഗർ ഉണ്ട്. അപ്പൊ അവിടെ പോയി ചീസും പിന്നെ ഒരു പാല് വാങ്ങിക്കണം. പിന്നെന്താ, ഇത്ര തന്നെ ഉള്ളൂ. ഇത് രണ്ടും വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അതൊന്ന് ബോയിൽ ആവണ്ടേ, ആയിക്കണല്ലോ പോവാൻ. അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യണം ഗൈസ്. വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പാസ്ത ചെയ്തു അതിലോട്ട്. ഇതായി വരാൻ ഇനി എന്തായാലും ഒരു 15 മിനിറ്റ് എടുക്കും. ആ സമയം കൊണ്ട് ഞാൻ ചീസ് വാങ്ങിച്ചിട്ട് വന്നാലോ എന്ന് വിചാരിക്കാം. എന്തായാലും ഓയിലും കൂടെ ഒഴിച്ച് വെക്കാം. ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 2-3 ഡ്രോപ്പ് എന്ന് പറഞ്ഞാലും ഡ്രോപ്പായിട്ടല്ല. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇത് എപ്പോഴൊന്നും ആവില്ല ഗൈസ്. എന്തായാലും ഇത് കുറച്ചുകൂടെ സമയം എടുക്കും ബോയിലായി വരാൻ. നല്ല കാറ്റാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, വീടിന് തൊട്ടടുത്താണ് ജയന്റ് ടൈഗർ എന്ന്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ കോമ്പൗണ്ട് ഇറങ്ങി തൊട്ടപ്പുറത്തായിട്ടാണ് ജയന്റ് ടൈഗർ എന്നുള്ള ഗ്രോസറി സ്റ്റോർ.
ഭയങ്കര സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് വീട്ടിൽ പോകാം. കാരണം ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചേക്കുന്നത്, എന്നാലും റിസ്ക് എടുക്കണ്ടല്ലോ. ഒരു പാൻ്റൊക്കെ എടുത്തിട്ട് ചാടി ഇറങ്ങി കേട്ടോ, കാരണം പുറത്ത് ചെറിയ തണുപ്പുണ്ട്. ഞാൻ കാണിച്ചാൽ നമ്മുടെ ജൈൻ്റെ Welcome to Giant Tiger. Please use our basket. എനിക്ക് വേണ്ട ചീസ് ഇതാണ് ഗൈസ്, സ്പൈസ് ആയിട്ടുണ്ട്. ഇതെടുക്കാം. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. നമ്മുടെ പാസ്ത എന്തായോ ആവും. നമ്മുടെ പാസ്ത ആയിട്ടുണ്ട്. ഞാൻ പാസ്ത വെള്ളത്തിൽ നിന്ന് മാറ്റി വെള്ളം കളഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് ബട്ടർ ഇടും കേട്ടോ. ഓയിലിൽ വേറെ നമ്മൾ ബട്ടർ ഇട്ടത് ടേസ്റ്റിന് വേണ്ടിയിട്ട്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഞാൻ. ഇനി നമുക്ക് ആൽഫ്രെഡോ പാസ്ത സോസ് ഒഴിക്കാം. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയി, നല്ല തിക്കായിട്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി നമ്മളിലുള്ള വെജിറ്റബിൾസും പാസ്തയും എല്ലാം കൂടി ഇടാം. കുറച്ചുകൂടെ ഒന്ന് തിളക്കിയിട്ട് മഷ്റൂമും ക്യാരറ്റൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനത് ഇടുക കേട്ടോ. പെൻഡിലുണ്ടായിട്ട് വെജീസ് എല്ലാം കട്ട് ചെയ്ത് ഞാൻ ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലൈസ് ഓഫ് ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്നായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാസ്ത ഇട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാസ്ത നമുക്ക് പതുക്കെ ഇതിലോട്ട് ഇടാം. പതുക്കെ ഇട്ടില്ലെങ്കിലേ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ലോലി വേണം ഇടാൻ. നല്ല ചൂടല്ലേ. ഒരു പ്ലേറ്റിലും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇതിലോട്ട് ഇടാം. എൻ്റെ കൈ അടച്ച് പടയപ്പാ. ഞാൻ എന്തായാലും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇറ്റ് ലുക്സ് വെരി യമ്മി. ടേസ്റ്റ് കൊണ്ട് യമ്മി ആയിരിക്കും, നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്തായാലും കുറച്ച് എടുക്കാമെന്ന് വെച്ചു. വേറൊന്നും കഴിച്ചിട്ടുമില്ലല്ലോ. ഓക്കെ, ഇത്ര മതി. പിന്നെ വേണമെങ്കിൽ പിന്നെ കഴിക്കാം. അടച്ച് വയ്ക്കാം. അപ്പം അതെ, നല്ല ചൂട് യമ്മി പാസ്ത റെഡി. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഫിലിം എക്സ്പ്ലനേഷനും കൂടെ കണ്ടോണ്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഒരു കഥ സൊല്ലിട്ടും ആ ചാനൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഇവരുടെ എക്സ്പ്ലനേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടോണ്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്കൊരു ഗ്ലാസ് ജ്യൂസും കൂടെ വേണം. അപ്പം ജ്യൂസ് എടുക്കാൻ വേണ്ടി ഞാൻ എണീറ്റ് വീണ്ടും. ഷുഗർ ഫ്രീ മാംഗോ ജ്യൂസാണ്. മാംഗോ ജ്യൂസ് അല്ല, സ്മൂതിയാണ്. ലാക്ടോസ് ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 0 ഷുഗർ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. എൻ്റെ മോനെ, തണുത്ത മാംഗോ സ്മൂതി എൻ്റെ ഫേവറേറ്റ് സ്മൂതിയാണിത്. ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒവാസിസ് എന്നാട്ടോ ബ്രാൻഡിൻ്റെ പേര്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്താണ് ലോകത്ത് തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള ഫുഡ് കുറച്ചേ എടുത്തുള്ളൂ എങ്കിലും നല്ല ഹെവി ആയിരുന്നു. ഇപ്പം 3:10 കഴിഞ്ഞു. ഞാൻ ആദ്യം പോയി കുളിക്കട്ടെ. കുളിച്ചിട്ട് കുറച്ച് നേരം കിടക്കണം എന്നുണ്ട്. കിടന്നുകൊണ്ടൊരു സിനിമയായി കണ്ടാൽ കൊള്ളുന്നുണ്ട്. പക്ഷേ എനിക്ക് സമയം കാണില്ല. കാരണം കിരൺ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ സാധാരണ തിരിച്ചെത്താറുണ്ട്. ഇറ്റ് ഡിപ്പെൻസ്, വർക്ക് ടൈം പോലെ. ഇപ്പം മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ എക്സ്ട്രാ എടുക്കും. ഒരു 5 മണി കഴിയും. അപ്പം ഞാൻ ഫുഡും ഉണ്ടാക്കി കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ കുളിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയമുണ്ട്. അപ്പം ഞാൻ കുളിച്ചിട്ട് വരട്ടെ. കുളിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫേസിൽ എന്തെങ്കിലും ഒരു ഷീറ്റ് മാസ്ക് ഇടാനൊരു ആഗ്രഹം. ഒരു കൂളിംഗ് ഇഫക്റ്റ് ആണല്ലോ. 20 മിനിറ്റ്സ് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ റിമൂവ് ചെയ്യും. ആ 20 മിനിറ്റ്സ് എന്തായാലും കിടക്കാൻ പോകല്ലേ. അപ്പോൾ കുറച്ച് നേരം ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് സ്കിന്നൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷീറ്റ് മാസ്ക് എനിക്കും കിരണ്ണും വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഹൈഡ്രേറ്റിംഗ് പീൽ ഓഫ് മാസ്ക് എടുക്കാം. കൊള്ളാമല്ലോ സംഭവം. പീൽ ഓഫ് മാസ്ക് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് തിക്ക് കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ അലോവേര ജെല്ലൊക്കെ തേക്കില്ലേ, അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. അതിൽ എഴുതിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മളൊരു 15 മിനിറ്റ്സ് കഴിയുമ്പം ഇത് വാഷ് ഓഫ് ചെയ്യാന്നാണ് പറയുന്നത്. പടം കാണുമ്പോൾ ആഗ്രഹിച്ചൊരു ഇംഗ്ലീഷ് മൂവി ഓഡിറ്റി എന്ന് പറഞ്ഞിട്ട്.
എനിക്ക് ഒരിടത്തും കിട്ടുന്നില്ല മൂവി കാണാനായിട്ട്. പ്രൈമില് ഏതെങ്കിലും മൂവി കാണാനാ. ഞാൻ പ്രൊജക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രൊജക്ടർ. നമ്മുടെ ബെഡിന് ഓപ്പോസിറ്റ് ഉള്ള വോള് മൊത്തം നമ്മൾ പ്രൊജക്ടർ സ്ക്രീനാക്കി എടുത്തേക്കും കേട്ടോ. 4 മണി കഴിഞ്ഞു. അപ്പം റിമൂവ് ചെയ്യാന്നിരിക്കുമ്പോ എനിക്ക് റിമൂവ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഞാൻ ഒരു വിധത്തിൽ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇളക്കിയെടുത്തു. പണ്ട് നല്ല അടഞ്ഞു വരുന്നുണ്ട്. കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഉറങ്ങുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ കിടക്കുമ്പോൾ മിക്കവാറും ഉറങ്ങത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഉറക്കം വരില്ല. 15 മിനിറ്റ്സെങ്കിലും ഒരു പവർ നാപ്പ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം കിരൺ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. 4:30 ഇറങ്ങുന്നത്. 4:30 ഇറങ്ങിയാൽ 5 o'clock അടുത്ത ട്രെയിൻ ഉള്ളത്. അപ്പോൾ 5 കയറി എങ്ങനെ പോയാലും ഒരു 5:30, 6 ആവും ഇവിടുത്തെ സ്റ്റേഷനിലെത്താൻ. സോ ആ ടൈമിലത്തേക്ക് എനിക്ക് എന്തായാലും പോകേണ്ടി വരുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കിടന്നിട്ട് വരാം ഇനി. അപ്പോൾ ഞാൻ വീണ്ടും വന്നു. 30 മിനിറ്റ്സ് ഹാർഡ്ലി ഉറങ്ങിക്കാണും. ഒരു ചെറിയ ക്വിക്ക് പവർ നാപ്പ് നടത്തി ഇറങ്ങാൻ പോവാ. കിരൺ എത്താറായെന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് ഞാൻ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഫിലിം ബാക്കി ഉണ്ടായിരുന്നൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് മേക്കപ്പ് ചെയ്യാനുള്ളൂ. മേക്കപ്പ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. ലിപ്സ്റ്റിക് ഇടുന്നു, മോയ്സ്ചറൈസറും തന്നെ ഇടുന്നുള്ളൂ. സൺസ്ക്രീനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഐ ആം ഗുഡ് ടു ഗോ. ഇപ്പം ഞാൻ മോർണിംഗ് വോക്കൊക്കെ പോവുകയാണെങ്കിൽ, വെളുപ്പിനെ പോവുകയാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ചിലപ്പോൾ ഒഴിവാക്കും. കാരണം രാവിലത്തെ വെയിൽ നല്ലതാണ്. ഹാഷ് വെയിലല്ല, അല്ലാണ്ടുള്ള ഏർലി മോർണിംഗിലുള്ള വെയിലില്ലേ, അത് നല്ലതായതുകൊണ്ട് അപ്പം ചിലപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യും. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ സൺസ്ക്രീൻ ഇടണം എന്നാണല്ലോ. ഹാളെത്തുന്നതിന് മുന്നേ ഞാൻ ചെല്ലട്ടെ കേട്ടോ. ചെറിയ തണുപ്പുണ്ടാവും ഈവനിങ് വോക്കൊക്കെ പോകുമ്പോൾ. അവിടെ ഒരു ജാക്കറ്റും കൂടെ ഇടാം. ദേ വരുന്നു നമ്മുടെ കഥാനായകൻ. കഥാനായകനാണോ ഇത്? ഹലോ. ചീനായോ? ഇന്ന് അത്ര തണുപ്പില്ലായിരുന്നു കേട്ടോ. വെറുതെ ജാക്കറ്റ് കേട്ടുകൊണ്ടുപോയി. തണുപ്പൊന്നും തോന്നില്ല. അവനെനിക്ക് സ്റ്റാർബക്സ് കോഫി വാങ്ങിയിട്ടുണ്ട്. വേറൊരു സാധനം കൂടി ഉണ്ട്. ഇനിയും ഉണ്ടോ സാധനം? എന്തോ ബാഗിലുണ്ട്, എടുക്കാൻ. ഇത് ഞാൻ കുടിക്കാൻ വാങ്ങിച്ചതാ. ഇത് കിരൺ വാങ്ങിച്ചെന്ന ഒരു ആക്ടിവെയർ ആണ് കേട്ടോ. ഇന്നിപ്പോ ഓഫീസിൽ നിന്ന് വരുന്ന വഴി ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഇറങ്ങിയായിരുന്നു. ട്രെയിൻ ലേറ്റ് ആവുന്നതുകൊണ്ട് അവിടെ പോസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള മോളിൽ നിന്ന് വാങ്ങിച്ച ഒരു ആക്ടിവെയർ ആണ്. ഫിറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് നോക്കിയത് കേട്ടോ. നല്ല കളർ, ഫിറ്റിംഗ് വൈസും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല ഗൈസ്, അവന് വിശക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പാസ്ത എടുക്കാം. ഞാനിപ്പോ ഇതിലെന്താ ചെയ്തതെന്നറിയോ? നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇടിയിറച്ചി ഉണ്ടായിരുന്നു. ഇടിയിറച്ചി പാസ്തയിൽ ഇട്ട് കൊടുത്തു. എന്തെങ്കിലും ചിക്കൻ ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. എനിക്ക് പ്രശ്നം തരുന്നില്ല. இதையே நீங்க வாடகை கப்பல் பெரிய பெரிய முதலாளிகளால நடத்தப்படும். அது லாபத்துக்காக சரக்கு எங்க இருக்கோ அங்கதான் போகும். எம்டியா திரும்பி வரா. அப்படி என்ன நீங்க உதவ போறதா சொல்ற உலக வருமானம் உருவாக்குது. அதனால பாதுகாப்பு கூகுள் சாரி மேடம், இப்ப என்னால இது கலெக்ட் பண்ண முடியாது. இதுல ரொம்ப അപ്പൊ എന്തായാലും പാസ്ത ചെറിയ കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കാൻ പോവാ. നമ്മളങ്ങനെ പാസ്ത 2 കണ്ടെയ്നേഴ്സിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. ഗൈസ്, നമ്മളൊരു സാധനം ഉണ്ടാക്കുക. നമ്മൾ നാച്ചോസ് പോലത്തെ ഒരു സ്നാക്ക് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുക്കി കഴിക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കുവാണ് നമ്മള്. ഓക്കെ, ഗ്വാക്കമോളി ഉണ്ടാക്കുവാണ്. ഒരാവശ്യമില്ലാത്തൊരു തൊണ്ടയ്ക്ക് കിച്ച് വരുന്നുണ്ട്. ത്രോട്ട് ഇൻഫെക്ഷൻ വല്ലതും ആണോ? നമ്മുടെ അവക്കാഡോ ഉണ്ട്, പിന്നെ അണിയനുണ്ട്. നമ്മൾ ഈ മിക്സറൊക്കെ ഇട്ട്
മിക്സ്ചർ ഒക്കെ ഇട്ട് നമ്മൾ കഴിക്കത്തില്ലേ, മിക്സ്ചറും അണിയൻ ഒക്കെ ഇട്ടിട്ട് മറ്റെന്താ മല്ലിയിലേക്ക് ഇട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കത്തില്ലായിരുന്നു. Full recipe. Visit us at inspiredtaste.net. അവക്കാഡോയും ലൈമും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്താൽ സംഭവം റെഡി. ഹോം മെയ്ഡ് ഗൊക്കമോളി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇച്ചിരി പുളിയുടെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ലെമണും കൂടെ ആഡ് ചെയ്യാം. ലെമൺ അല്ലേ, ലൈമും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാസ്ത ഫ്രിഡ്ജിൽ കയറ്റി. നമ്മുടെ സ്ക്രബ്ബർ ഒന്ന് മാറ്റാൻ വെച്ചു. സ്ക്രബ് ഡാഡി ആയിരുന്നു, ഇനി സ്ക്രബ് മമ്മി എടുക്കാം. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്പയോടും അമ്മയോടും വീഡിയോ കോളിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടനെ ചാച്ചിയാവാ. ഹലോ മിസ്റ്റർ, ഹലോ മിസ്റ്റർ, കഴിച്ചാലോ? കഴിക്കാം. അപ്പൊ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. രാത്രി 10:15. ഇനിയിപ്പോ എണീറ്റില്ലെങ്കിൽ ശരിയാവില്ല. ഞങ്ങൾ ഡിന്നർ പ്രിപ്പയർ ചെയ്യാനായിട്ട് വന്നുണ്ടോ. നമുക്കിന്ന് ചിക്കൻ കറിയും ചപ്പാത്തിയും വേണം. ചപ്പാത്തി ഉണ്ടാക്കുന്നു, ചിക്കൻ കറി ചൂടാക്കുന്നു. അപ്പൊ ഫുഡൊക്കെ എടുത്ത് വേഗം കഴിക്കാം. ഓൾറെഡി ഇതേടെ 10:30 ആവുന്നു കേട്ടോ ഗൈസ്. ആ ജ്യൂസ് ഞാൻ ഇപ്പൊ ഓർത്തുള്ളൂ ജ്യൂസിന്റെ കാര്യം. ഇവിടെ രാത്രി 12 മണി കഴിഞ്ഞു കേട്ടോ. രാവിലെ കിരണിന് ഓഫീസ് ഉള്ളതാ. ഇനിയും ലേറ്റ് ആയിട്ടിരുന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ അധികം ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എന്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സും ഫ്ലോസ് ഒക്കെ കാണും. അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ റെക്ടിഫൈ ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ പലരും എനിക്കറിയാം. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഇടയ്ക്കിടയ്ക്കെങ്കിലും ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ കീപ് സപ്പോർട്ടിങ് അസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.